നമുക്ക് സന്തോഷ് എന്ന കൊച്ചുകുട്ടിയെ പരിചയപ്പെടാം അല്ലേ? സന്തോഷിന് 10 വയസ്സാണ്. കർണാടകയിലെ മൈസൂരുവിനടുത്തുള്ള ഒരു ചെറിയ ഗ്രാമത്തിൽ നഞ്ചനഗുഡിന് സമീപം അവൻ തനിച്ചാണ് ജീവിക്കുന്നത്. അവന്റെ വീട് ഒരു കൊച്ചുകുടിൽ മാത്രം, മുളകൊണ്ടുള്ള മേൽക്കൂരയും മുഷിഞ്ഞ പായും. വെള്ളവും വൈദ്യുതിയും പലപ്പോഴും ഉണ്ടാകില്ല. സന്തോഷിന്റെ വസ്ത്രങ്ങൾ എപ്പോഴും കീറിയതും വൃത്തിയില്ലാത്തതുമാണ്. സ്കൂളിൽ കൂട്ടുകാർ അവന്റെ രൂപം കണ്ട് കളിയാക്കും. നിന്റെ ഷർട്ട് എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ചിരിക്കും. അവന്റെ ടീച്ചർ ലക്ഷ്മി മാഡം സന്തോഷിന്റെ അവസ്ഥ കണ്ട് ദേഷ്യപ്പെട്ടു. നിന്റെ അമ്മയെ നാളെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് ശബ്ദമുയർത്തി. സന്തോഷൊന്നും മിണ്ടാതെ തലകുനിച്ചു. അവന്റെ ഹൃദയം വിങ്ങി. കാരണം അവന്റെ അമ്മ സുധ മരിച്ചുപോയിരുന്നു. ഒരു ദിവസം ടീച്ചർ വീണ്ടും ദേഷ്യപ്പെട്ടപ്പോൾ സന്തോഷ് കണ്ണീരോടെ ഓട്ടി ഗ്രാമത്തിലെ സെമിത്തേരിയിലെത്തി. അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിൽ നിന്ന് അവൻ കരഞ്ഞു. അമ്മേ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ല, എഴുന്നേൽക്ക്. നമുക്ക് സന്തോഷിന്റെ അമ്മ സുധയെക്കുറിച്ചറിയാം അല്ലേ? സുധ 17 വയസ്സിൽ ഒരു അപകടത്തിൽ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു. ബന്ധുക്കളില്ലാതെ അവൾ ഒറ്റയ്ക്ക് മൈസൂരു നഗരത്തിലേക്ക് പോയി ഒരു പുതിയ ജീവിതം തേടി. പക്ഷേ നഗരജീവിതം ഒരു ദരിദ്ര പെൺകുട്ടിക്ക് ക്രൂരമായിരുന്നു. ചെറിയ ജോലികൾ ചെയ്തു, പലപ്പോഴും ചാമുണ്ഡി ഹിൽസിനടുത്തുള്ള പാർക്കിലോ ബസ് സ്റ്റാൻഡിലോ കിടന്നുറങ്ങി. ഭക്ഷണം കിട്ടാതെ വിശപ്പ് സഹിച്ചു. ഒരു ദിവസം മൈസൂരുവിലെ ഒരു ധനിക വനിതയായ പാർവതി ദേവി അവളെ കണ്ടു. സുധയുടെ ദയനീയ അവസ്ഥ കണ്ട് പാർവതിക്ക് സഹതാപം തോന്നി. നിനക്കെന്റെ വീട്ടിൽ ജോലി തരാം, ഒരു മുറിയും തരാം എന്ന് പാർവതി പറഞ്ഞു. സുധയ്ക്ക് അതൊരു സ്വപ്നം പോലെ തോന്നി. അവൾ പാർവതിയുടെ വീട്ടിൽ ജോലി തുടങ്ങി. വീട് വൃത്തിയാക്കലും കർണാടക ശൈലിയിലുള്ള ദോശയും രാഗിമുദ്ദയും പാചകം ചെയ്തു. പാർവതിയും ഭർത്താവും സുധയെ കുടുംബാംഗത്തെപ്പോലെ കണ്ടു. 2 വർഷം കഴിഞ്ഞപ്പോൾ പാർവതി സുധയെ വളരെ വിശ്വസിച്ചു. നിനക്ക് ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ചെറിയ വീട് തരാം, തവണകളായി പണം തരാമെന്ന് പറഞ്ഞു. മൈസൂരുവിന്റെ ഒരു മൂലയിലുള്ള ആ വീട് സുധയ്ക്ക് സ്വന്തമായി. അവൾ സന്തോഷത്തോടെ അവിടേക്ക് മാറി. ജോലി തുടർന്നു. പാർവതിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണവും വസ്ത്രം വൃത്തിയാക്കാനുള്ള സൗകര്യവും കിട്ടി. വീടിന്റെ തവണ 80% ശമ്പളം എടുത്തെങ്കിലും സുധ സന്തോഷിച്ചു. കാരണം അവൾക്ക് സ്വന്തമായി ഒരു വീടുണ്ട്. പക്ഷേ ജീവിതം എപ്പോഴും നല്ലതല്ലല്ലോ, അല്ലേ? 2 വർഷം കഴിഞ്ഞപ്പോൾ പാർവതിയുടെ മകൻ വിജയ് വിദേശത്തുനിന്ന് പഠനം കഴിഞ്ഞ് മടങ്ങിയെത്തി. വിജയ് ഒരു ധനിക കുടുംബത്തിലെ അഹങ്കാരിയായ യുവാവായിരുന്നു. സുധയുടെ സൗന്ദര്യം അവനെ ആകർഷിച്ചു. അവളുടെ നിഷ്കളങ്കത മുതലെടുത്ത് വിജയ് അവളെ പ്രണയിക്കുന്നതായി നടിച്ചു. നിന്നെ ഞാൻ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞ് സുധയെ വഞ്ചിച്ചു. സുധ അവന്റെ വാക്കുകൾ വിശ്വസിച്ച് പ്രണയത്തിൽ വീണു. 3 മാസത്തിനുള്ളിൽ സുധ ഗർഭിണിയായി. പക്ഷേ വിജയ് അപ്പോഴേക്കും മറ്റൊരു പെൺകുട്ടിയുമായി വിവാഹനിശ്ചയം കഴിഞ്ഞിരുന്നു. സുധ പാർവതിയോട് സത്യം പറഞ്ഞു. പാർവതി സഹതപിച്ചെങ്കിലും വിജയ് നിന്നെ വിവാഹം കഴിക്കില്ല, അവന്റെ വിവാഹം ഒരു പ്രമുഖ കുടുംബവുമായാണ് എന്ന് വ്യക്തമാക്കി. ഒരു രാത്രി മദ്യപിച്ചെത്തിയ വിജയ് സുധയുടെ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി. ഇവിടെ നിന്ന് ഓടിപ്പോ, ഇല്ലെങ്കിൽ നിന്റെ ജീവിതം ഞാൻ നശിപ്പിക്കും. സുധ ഭയന്ന് വീട് വിറ്റ് കുറച്ച് പണവുമായി ഹാസനിലേക്ക് ഓടിപ്പോയി. അവിടെ ഒരു ചെറിയ വീട് വാടകയ്ക്കെടുത്തു. ഗർഭിണിയായിരുന്ന അവൾ മൈസൂരു ദേവരാജ മാർക്കറ്റിന് സമാനമായ ഒരു ഹാസനിലെ ചെറിയ മാർക്കറ്റിൽ പച്ചക്കറി വിറ്റ് ജീവിതം തുടങ്ങി. ജോലി ക്ലേശകരമായിരുന്നെങ്കിലും അവൾ തന്റെ കുഞ്ഞിനായി പോരാടി. സന്തോഷ് ജനിച്ചപ്പോൾ സുധയ്ക്ക് അവനെ ഒറ്റയ്ക്ക് വളർത്തേണ്ടി വന്നു. ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവളെ സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. എങ്കിലും സന്തോഷിനെ കണ്ടപ്പോൾ അവൾക്ക് അളവറ്റ സന്തോഷം തോന്നി. നിനക്ക് ഞാൻ ഒരു നല്ല ജീവിതം തരും എന്ന് അവൾ സ്വയം ഉറപ്പു പറഞ്ഞു. ഹാസനിൽ സുധ ഒരു സുഹൃത്തിനെ കണ്ടെത്തി, രമ്യ എന്ന യുവതി. രമ്യ സുധയുടെ അയൽവാസിയായിരുന്നു. അവർ തമ്മിൽ ശക്തമായ ഒരു ബന്ധം ഉടലെടുത്തു. രമ്യ സന്തോഷിനെ സുധ ജോലിക്ക് പോകുമ്പോൾ നോക്കി. സന്തോഷ് 1 വയസ്സ് തികഞ്ഞപ്പോൾ സുധ അവനെ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങി. രമ്യയും അവിടെ ജോലി ചെയ്തു. അവർ ഒരുമിച്ച് സന്തോഷിനെ പരിചരിച്ചു. രമ്യയുടെ കാമുകൻ രാജേഷ് ഒരു ബാങ്ക് ജീവനക്കാരനായിരുന്നു. നിന്റെ കുഞ്ഞിന്റെ ഭാവിക്കായി ഒരു ബാങ്ക് അക്കൗണ്ട് തുറക്കൂ എന്ന് അവൻ സുധയോട് പറഞ്ഞു. സുധ ആ ഉപദേശം സ്വീകരിച്ചു. ഓരോ മാസവും കുറച്ച് പണം രാജേഷിന് നൽകി അവൻ ബാങ്കിൽ നിക്ഷേപിച്ചു. ഇത് സന്തോഷിന്റെ ഭാവിക്ക് വേണ്ടിയാണ് എന്ന് സുധ ആശ്വസിച്ചു. സന്തോഷ് 6 വയസ്സായപ്പോൾ സുധ അവനെ ഹാസനിലെ ഒരു നല്ല സ്കൂളിൽ ചേർത്തു. വലിയ ഫീസുണ്ടായിരുന്നെങ്കിലും നിന്റെ വിദ്യാഭ്യാസം എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് എന്ന് അവൾ സന്തോഷിനോട് പറഞ്ഞു. സുധയുടെ പച്ചക്കറി വ്യാപാരം വളർന്നു. ഹാസനിൽ പല സ്ഥലങ്ങളിലും അവൾക്ക് കടകളുണ്ടായി. രാജേഷ് അവളുടെ ബിസിനസിന്റെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. നിന്റെ ബിസിനസ് ഞാൻ വലുതാക്കും എന്ന് അവൻ ഉറപ്പു നൽകി. പക്ഷേ സ്കൂളിൽ സന്തോഷിന് കൂട്ടുകാർ അവന്റെ അമ്മയെ കളിയാക്കി. നിന്റെ അമ്മ ഒരു പച്ചക്കറി വിൽപ്പനക്കാരിയല്ലേ എന്ന് പറഞ്ഞ്.
സന്തോഷ് ഒറ്റപ്പെട്ടു, വിഷമിച്ചു. എങ്കിലും അവന്റെ ടീച്ചർ ലക്ഷ്മി അവന്റെ അമ്മയുടെ കഥ അറിഞ്ഞപ്പോൾ സന്തോഷിനെ സഹായിച്ചു. സ്കൂൾ ഫീസിൽ ഇളവ് നേടിത്തന്നു. നീ ഒരു മിടുക്കനാണ്, നിന്റെ അമ്മയുടെ കഷ്ടപ്പാട് വെറുതെ പോകില്ല എന്നു പറഞ്ഞു. എല്ലാം നല്ല രീതിയിൽ പോകുന്നതിനിടെ സുധയ്ക്ക് പെട്ടെന്ന് രോഗം വന്നു. കടുത്ത തലവേദനയും ക്ഷീണവും. 6 മാസത്തിനുള്ളിൽ അവൾക്ക് എഴുന്നേൽക്കാൻ പോലും കഴിഞ്ഞില്ല. രമ്യ സുധയെയും സന്തോഷിനെയും പരിചരിച്ചു. ബിസിനസ്സും സന്തോഷിന്റെ സ്കൂൾ യാത്രയും രമ്യ ഏറ്റെടുത്തു. രാജേഷ്, നിന്റെ അവസ്ഥയിൽ ബിസിനസിന്റെ കാര്യങ്ങൾ ഞാൻ നോക്കാമെന്നു പറഞ്ഞ് സുധയെ ഒരു പവർ ഓഫ് അറ്റോർണി ഒപ്പിടുവിച്ചു. പക്ഷേ ഒരു ദിവസം സുധ മരിച്ചു. ഡോക്ടർമാർക്ക് രോഗകാരണം കണ്ടെത്താനായില്ല. രമ്യ സന്തോഷിനോട് നിന്റെ അമ്മ ഒരു ശാന്തമായ സ്ഥലത്ത് വിശ്രമിക്കാൻ പോയി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം സുധയുടെ ശവസംസ്കാരം നടന്നു. സന്തോഷ് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ സന്തോഷ് ഉണർന്നപ്പോൾ രമ്യയെ കണ്ടില്ല. വീട്ടിലെ സാധനങ്ങൾ എല്ലാം അപ്രത്യക്ഷമായിരുന്നു. മേശപ്പുറത്ത് ഒരു കുറിപ്പ്: സന്തോഷ്, ഞാനൊരു മാസത്തേക്ക് പോകുന്നു. ആരോടും പറയരുത്, ഇല്ലെങ്കിൽ നിന്നെ അനാഥാലയത്തിൽ കൊണ്ടുപോകും. മാസം കഴിഞ്ഞിട്ടും രമ്യ തിരിച്ചു വന്നില്ല. സന്തോഷ് ഒറ്റയ്ക്കായി. വെള്ളം പൊതുകുഴലിൽ നിന്ന് കൊണ്ടുവന്നു. ചവറ്റുകുട്ടയിൽ നിന്ന് ഭക്ഷണം തപ്പി. സ്കൂളിൽ പോകാൻ ശ്രമിച്ചെങ്കിലും വൈകിയെത്തി. ലക്ഷ്മി മാഡം, നിന്റെ അമ്മയോട് നിന്നെ വൃത്തിയാക്കാൻ പറ എന്ന് കുറിപ്പെഴുതി. സന്തോഷ് ഒന്നും പറഞ്ഞില്ല, തലകുനിച്ചു. ഒരു ദിവസം സ്കൂളിലൊരു പ്രോജക്റ്റ് എക്സിബിഷൻ ഉണ്ടായിരുന്നു. സന്തോഷിന് പണമില്ലാത്തതിനാൽ പ്രോജക്റ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ലക്ഷ്മി മാഡം ദേഷ്യപ്പെട്ടു. നിന്റെ അമ്മയെ നാളെ കൊണ്ടുവരൂ, ഇല്ലെങ്കിൽ നിന്നെ പുറത്താക്കും. സന്തോഷിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഓട്ടി സെമിത്തേരിയിലെത്തി അമ്മയുടെ കല്ലറയ്ക്ക് മുന്നിൽ കരഞ്ഞു. അമ്മേ, എന്തിനാണ് എന്നെ ഒറ്റയ്ക്കാക്കിയത്? സെമിത്തേരിയിലെ കാവൽക്കാരൻ രാമു സന്തോഷിന്റെ കരച്ചിൽ കേട്ട് പോലീസിനെ വിളിച്ചു. പോലീസ് എത്തി സന്തോഷിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ലക്ഷ്മി മാഡം സന്തോഷിന്റെ അവസ്ഥ അറിഞ്ഞ് ഞെട്ടി. അവർ സ്റ്റേഷനിലെത്തി സന്തോഷ്, എന്നോട് ക്ഷമിക്കൂ, നിന്റെ കഷ്ടപ്പാട് ഞാൻ അറിഞ്ഞില്ല എന്ന് കണ്ണീരോടെ പറഞ്ഞു. സന്തോഷിന്റെ കഥാപത്രങ്ങളിൽ വന്നു. കർണാടകയിലെ ജനങ്ങൾ അവന്റെ കഥ അറിഞ്ഞു. പോലീസ് അന്വേഷണം തുടങ്ങി. സുധയുടെ മരണം രോഗം മൂലമല്ല, വിഷം കൊടുത്തതാണെന്ന് കണ്ടെത്തി. രമ്യയും രാജേഷും സുധയുടെ പണവും ബിസിനസ്സും മോഷ്ടിച്ച് ഓടിപ്പോയിരുന്നു. അവരെ പോലീസ് പിടികൂടി ജയിലിൽ അടച്ചു. ലക്ഷ്മി മാഡം തന്റെ തെറ്റ് തിരുത്താൻ സന്തോഷിനെ ദത്തെടുത്തു. നിന്റെ അമ്മയ്ക്ക് പകരമാകില്ല, പക്ഷെ ഞാൻ നിന്നെ എന്റെ മകനെപ്പോലെ നോക്കും എന്നവർ പറഞ്ഞു. ഒരു ദിവസം പാർവതീദേവി ടിവിയിൽ സന്തോഷിന്റെ വാർത്ത കണ്ടു. ഇവന്റെ മുഖം എന്റെ വിജയനെപ്പോലെ എന്ന് അവർ ഞെട്ടി. സന്തോഷിനെ നേരിട്ട് കണ്ടപ്പോൾ അവർക്കുറപ്പായി ഇത് തന്റെ കൊച്ചുമകൻ. പാർവതി സന്തോഷിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ അവന്റെ വിദ്യാഭ്യാസവും മറ്റാവശ്യങ്ങളും ഏറ്റെടുത്തു. വിജയ്, സന്തോഷിന്റെ അച്ഛൻ, അവനെ അംഗീകരിച്ചില്ല. എനിക്ക് അവനുമായി ബന്ധമില്ല എന്നു പറഞ്ഞു. സന്തോഷിനത് വേദനയുണ്ടാക്കിയെങ്കിലും ലക്ഷ്മിയുടെയും പാർവതിയുടെയും സ്നേഹം അവനെ താങ്ങി നിർത്തി. പാർവതി വിജയന്റെ നിലപാടിൽ നിരാശയായിരുന്നു. സന്തോഷ്, നീ നിന്റെ അച്ഛനെപ്പോലെ ആകരുത്, നല്ല മനുഷ്യനായി വളരണമെന്ന് പറഞ്ഞു. ഇപ്പോൾ സന്തോഷിന് ഒരു പുതിയ ജീവിതമുണ്ട്. ലക്ഷ്മിയുടെ സ്നേഹവും പാർവതിയുടെ പിന്തുണയും അവനെ ശക്തനാക്കി. അമ്മേ, നിന്റെ സ്വപ്നങ്ങൾ ഞാൻ നടപ്പാക്കും എന്ന് അവൻ മനസ്സിൽ പറഞ്ഞു. നമുക്ക് ഒരു ചോദ്യം ചിന്തിക്കാം, അല്ലേ? സന്തോഷിന്റെ സ്ഥാനത്ത് നിന്നെങ്കിൽ നീ നിന്റെ അച്ഛനെ തേടിപ്പോകുമോ? അവൻ നിന്നെ ഉപേക്ഷിച്ചതിന് ക്ഷമിക്കുമോ?